യഹോവ എൻ രക്ഷയും ജീവനുമാകയാൽ ആകുലനാകയില്ല. യഹോവ എൻ രക്ഷയും ജീവനുമാകയാൽ ആകുലനാകയില്ല. വൈരികൾ ചുറ്റും പെരുകിയാലും ഞാൻ നിർഭയനായി വസിക്കുമോ. വൈരികൾ ചുറ്റും പെരുകിയാലും ഞാൻ നിർഭയനായി വസിക്കുമോ. യേശുവേ നീ എന്നാശ്രയം, എൻ സങ്കേതവും കോട്ടയുമേ. യേശുവേ നീ എന്നാശ്രയം, എൻ സങ്കേതവും കോട്ടയുമേ. ഏതൊരു കാലത്തും ഏതൊരു നേരത്തും എന്ന ഭയം നീ മാത്രമേ. ഏതൊരു കാലത്തും ഏതൊരു നേരത്തും എന്ന ഭയം നീ മാത്രമേ. യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. ദൈവത്തിൻ്റെ ദയയാലും കരുണയാലും ഈ പ്രഭാതത്തിലും നമുക്ക് ഉണരുവാനും ദൈവത്തിന് മഹത്വം കരയറ്റുവാനും അല്പസമയം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനും ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം അല്പസമയം ധ്യാനിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 55-ാം വാക്യം. ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയയും സെബദിപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ ചില പ്രത്യേക സംഭവങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിലൊന്ന്, ചില പ്രകൃതി പ്രതിഭാസങ്ങൾ, അത്ഭുതകരമായ ചില സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ഭൂമി കുലുക്കം സംഭവിക്കുന്നു, പാറകൾ പിളരുന്നു, കല്ലറകൾ തുറക്കപ്പെടുന്നു, നിദ്ര പ്രാപിച്ച പല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കുന്നു. ശതാധിപൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് ഏറ്റുപറയുന്നു. ആ സന്ദർഭത്തിൽ കർത്താവിനോടൊപ്പം അല്പം ദൂരെ മാറി ചില സ്ത്രീകൾ കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിന്നിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ സ്ത്രീകളുടെ പേരുകൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിലൊന്ന് മഗ്ദലക്കാരത്തി മറിയയാണ്. 2 യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയ. അത് കർത്താവിൻ്റെയും അമ്മയായ മറിയ തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മറ്റൊന്ന്, സെബദിപുത്രന്മാരുടെ അമ്മ. അവളുടെ പേര് ശലോമ എന്ന് നാം മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 40-ാം വാക്യത്തിലൂടെ മനസ്സിലാക്കുന്നു. ഈ നിലയിൽ 3 സ്ത്രീകളും കർത്താവിനെ പിൻപറ്റിയതായി, അവസാനത്തോടും കർത്താവിനോടൊപ്പം നിന്നതായി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനും അവൻ്റെ പുനരുത്ഥാനത്തിനും സാക്ഷ്യം വഹിച്ചതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ സ്ത്രീകൾ ഭീതിതമായിരിക്കുന്ന അന്തരീക്ഷത്തിലും കർത്താവിനെ വിടാതെ പിന്തുടർന്നതിൻ്റെ സാഹചര്യം, അതിനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു എന്ന് നാം കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ കർത്താവിനോടുള്ള അവരുടെ സ്നേഹം അത്ര വലുതായിരുന്നു എന്നാണ് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. മഗ്ദലക്കാരത്തി മറിയയെ സംബന്ധിച്ചിടത്തോളം നാം ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നാം പരിശോധിച്ചാൽ അവിടെ ഈ മറിയയിൽ 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ കർത്താവ് അവളിലുള്ള ഭൂതങ്ങളെ ശാസിച്ചു. അവൾ കർത്താവിൽ നിന്നൊരു നന്മ അനുഭവിച്ചവളാണ്. മഗ്ദലക്കാരത്തി മറിയയെ കൂടാതെ യേശുവിൻ്റെ ക്രൂശിന് സമീപത്തായി നിന്ന മറ്റൊരു സ്ത്രീ യേശുവിൻ്റെ അമ്മയായ മറിയ തന്നെയായിരുന്നു. ഇവിടെ ആ പേര് പ്രസ്താവിക്കുന്നില്ലെങ്കിൽ പോലും യാക്കോബിൻ്റെയും
യോസയുടെ അമ്മയായ മറിയ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ സഹോദരന്മാരായിട്ടാണ് ലൂക്കോസ് വെളിപ്പെടുത്തുന്നത്. ലൂക്കോസ് 13 55 അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ അമ്മയായ മറിയയും ഇതാ ആ ക്രൂശിന് സമീപത്തായി നിൽക്കുന്നുണ്ട്. തൻ്റെ ഉള്ളിൽ പിറന്ന പുത്രനെങ്കിലും ആ പുത്രൻ കേവലം മനുഷ്യനല്ല, പിന്നെയോ സാക്ഷാൽ ദൈവമാണ് എന്ന് മനസ്സിലാക്കി കാനാവിലെ കല്യാണ ഭവനത്തിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈ അമ്മയായ മറിയ ഇപ്രകാരം പറയുണ്ടായി, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം മനസ്സിലാക്കിയ ഒരു മാതാവ് ഇതാ ക്രൂശിന് സമീപം തൻ്റെ പുത്രൻ അനുഭവിക്കുന്ന വേദന കണ്ടും കേട്ടും ആന്തരികമായിട്ടുള്ള ആ വലിയ വേദന അനുഭവിച്ചുകൊണ്ട് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ അവളുടെ അന്തരാത്മാവിൽ കൂടി കടന്നു പോകുന്ന ഒരു വാൾ എന്ന ആ അനുഭവത്തിലൂടെ ഇപ്പോൾ മറിയ കടന്നു പോവുകയാണ്. ഈ പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിലും യേശുവിനോടൊപ്പം ആ ക്രൂശിൻ്റെ സമീപത്തായി നിൽക്കുന്ന മറിയയെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു സ്ത്രീ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മയായ ശലോമ, സബദി മക്കളുടെ അമ്മയായ ശലോമയാണ്. ഈ ശലോമയാണ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞത്, കർത്താവിൻ്റെ അടുക്കൽ നിന്ന് എൻ്റെ മക്കൾ അവർ രണ്ടുപേരും ഒരുവൻ നിൻ്റെ ഇടത്തും ഒരുവൻ നിൻ്റെ വലത്തും ഇരിക്കുവാൻ വരം നൽകണം. കർത്താവ് ഇപ്രകാരം പറയുന്നു, എൻ്റെ പിതാവ് അതിന് വരം ആർക്ക് നൽകിയിട്ടുണ്ടോ അവർക്കത് ലഭിക്കും. ഈ ശലോമയുടെ ആഗ്രഹം ഒരുപക്ഷെ അല്പം സ്വാർത്ഥത കലർന്നതായി ചിന്തിക്കാമെങ്കിലും നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഇത് ഒരേതൊരു മാതാവിൻ്റെയും ഹൃദയത്തിൻ്റെ ഒരാഗ്രഹം. അവിടെ കർത്താവിനോടൊപ്പം എൻ്റെ മക്കൾ ആയിരിക്കണം. അനേക മക്കൾ കർത്താവിനെ വിട്ട് ദൈവ സാന്നിധ്യം വിട്ട് അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ആത്മീയമായ കൂട്ടായ്മയിലോ കർത്താവിനോടുള്ള ബന്ധത്തിലോ ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം നമ്മുടെ തലമുറകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിനോടൊപ്പമായിരിക്കണം, അവർ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കണം. ഈ ചിന്ത ഈ ശലോമെ ധന്യയാക്കി എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പ്രിയരെ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഉറച്ചു നിന്ന് കർത്താവിനെ അവസാനത്തോളം സ്നേഹിക്കുന്ന അനുഭവം. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു, തൻ്റെ ജീവൻ നൽകി നമ്മെ സ്നേഹിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മറ്റ് യാതൊരു ശക്തിക്കോ ദൈവസ്നേഹത്തിൽ തന്നെ വേർതിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഉറച്ചുകൊണ്ട് ഈ കർത്താവിനെ പിൻപറ്റുവാൻ നമുക്കിടയാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് ഈ കർത്താവിൻ്റെ നല്ല പാത പിന്തുടരാം. അന്ത്യത്തോളം പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ മഗ്ദലക്കാരത്തി മറിയയ്ക്കും യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്കും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മയായ ശലോമയ്ക്കും ആ ക്രൂശീകരണ സമയത്തും കർത്താവിൽ നിന്ന് അകന്നു പോകുവാൻ മനസ്സില്ലാതെ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിന്ന കാഴ്ച ഞങ്ങൾ കാണുകയായിരുന്നു. ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ വരാം, പ്രതികൂലങ്ങളുണ്ടാകാം, പ്രയാസങ്ങളും പരിശോധനകളും നേരിടാം. എന്നാൽ അന്ത്യത്തോളം കർത്താവിനെ സ്നേഹിപ്പാൻ, ഈ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു മാറുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇടയാകാതെ അന്ത്യത്തോളം കർത്താവിനെ സ്നേഹിപ്പാൻ കൃപ തരണമേ. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. മഹൽ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടി